ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് വൃശ്ചിക മാസം നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്. വളരെ അവിചാരിതമായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ എനിക്കിവിടെ ശരിയായി ലഭിക്കുകയുള്ളൂ. ഈ വൃശ്ചിക മാസം നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും പ്രപഞ്ചശക്തി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിലുള്ള വിഷമങ്ങളും നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ അല്പമൊന്ന് മാറ്റിവെച്ച് മനസ്സ് പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ വളരെ പവർഫുൾ കാർഡുകളാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന കരിയർ റീഡിങ്ങിന് വന്നിരിക്കുന്നത് 8 ഓഫ് വോൺസ് ആണ്. ഒരു സ്പീഡ് പ്ലസ് സഡൻ ബ്രേക്ക് ത്രൂ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിൽ നിലച്ചു പോയിരുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി, നിങ്ങൾക്ക് മുൻപിൽ തടസ്സം നേരിട്ടിരുന്ന അല്ലെങ്കിൽ താമസം ഉണ്ടായിരുന്ന വർക്കുകൾ, അപ്രൂവൽസ്, അതുപോലെ തന്നെ അവസരങ്ങൾ ഒന്നിന്മേൽ ഒന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. വളരെ ഫാസ്റ്റായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ജോലിയെ സംബന്ധിക്കുന്ന ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽസ് അല്ലെങ്കിൽ ഒരു കോൾസ്, അതുപോലെ തന്നെ ഒരു യാത്രയുടെ എനർജി എല്ലാം തന്നെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് കാർഡ് ഒരു എവേക്കനിങ് ഫേസിനെ സൂചിപ്പിക്കുന്നു, ഒരു റീ അലൈൻമെന്റ് അല്ലെങ്കിൽ കർമ്മ ക്ലിയറിംഗ്. കരിയർ റീഡിങ്ങിൽ സെക്കൻഡ് കാർഡായിട്ട് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് വളരെ ഡീപ്പ് കാർഡാണ്. ജഡ്ജ്മെന്റ് വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ റൈറ്റ് ഡയറക്ഷനിലേക്ക് തിരികെ തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ജോബിൽ തുടരുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു ടീമിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു വീർപ്പ് മുട്ടൽ, മറ്റുള്ളവരുടെ പ്രേരണയാൽ തെറ്റായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് കരിയറിലെടുത്ത് തലയിൽ വെച്ച് അതിൻ്റേതായിട്ടുള്ളൊരു ഭാരം ചുമക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറാൻ പോകുന്നു. ഇതിലെല്ലാം തന്നെ ഒരു ഷിഫ്റ്റ് വരുന്നതിൻ്റെ സൂചനയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ചില മിസ്റ്റേക്കുകളെല്ലാം തന്നെ കറക്റ്റഡ് ആകുന്നു. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിരുന്ന ചില എഫേർട്ടുകൾ, പ്രയത്നങ്ങൾ, അതിനെല്ലാം തന്നെ പ്രതിഫലം ലഭിക്കുന്നു. എനിക്കിനി എന്താണ് കൃത്യമായിട്ട് വേണ്ടത് എന്ന ഒരു ക്ലാരിറ്റി ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 2 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നു കരിയർ ഒരാളുടെ ഒരു സപ്പോർട്ട്, അതല്ല എങ്കിൽ ഒരു പാർട്ണർഷിപ്പ്, ഒരാൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കണക്ഷൻ, ഇവയെല്ലാമാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു ബോസ് അല്ലെങ്കിൽ സീനിയർ അല്ലെങ്കിൽ കൊളീഗ്, ഒരു ക്ലയൻറ്റ്, ആരായാലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു കൂട്ടുകെട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അവരോടൊപ്പം നിന്ന് നിങ്ങളുടെ ഡീൽസ്, കോൺട്രാക്ട്സ്, കൊലാബറേഷൻസ്, ടീം സപ്പോർട്ട് എല്ലാം തന്നെ വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു. കിങ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ, ഒരു മെച്യൂർ ലീഡർഷിപ്പിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു കരിയർ റീഡിങ്ങിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡാണ് കിങ് ഓഫ് കപ്സ്. നിങ്ങൾ ഏതൊരു മത്സര രംഗത്താണെങ്കിലും, നിങ്ങൾക്ക് ചുറ്റിനും എത്രത്തോളം വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും, നിങ്ങൾ ഒരു സ്റ്റേബിൾ എനർജിയിൽ നിന്നുകൊണ്ട് ഒരു കാം മൈൻഡോടുകൂടി, വളരെ പ്രശാന്തമായ ഒരു മനസ്സോടുകൂടി ഡിസിഷൻസ് എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. വളരെ മച്ചുറായിട്ടുള്ള ഒരു മെൻറ്റർ ഫിഗർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ടോ, അതല്ല എങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഗൈഡാകുന്ന ഒരു സ്ഥിതിയും കാണുന്നു. ഈ ഒരു വൃശ്ചിക മാസം നിങ്ങളുടെ ഒരു കരിയർ കൺക്ലൂഷൻ പറയാനാണെങ്കിൽ, ഈ ഒരു മാസം കരിയറിൽ വളരെ സ്പീഡായിട്ടുള്ള ഒരു ക്ലാരിറ്റി, പെർഫെക്റ്റ് സപ്പോർട്ട്, ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാം തന്നെ ശക്തമായിട്ട് ഈ ഒരു കാർഡുകളിൽ കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന വാൺസ് കാർഡ്, മേജർ അർക്കാനാസ് ആൻഡ് കപ്സ് എനർജി, ഇതെല്ലാം തന്നെ ഒരു പവർഫുൾ അലൈൻമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വൃശ്ചിക മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് വോൺസ് ആണ്. ഒരു വെയിറ്റിംഗ് പ്ലസ് പ്ലാനിങ് ദ ഫ്യൂച്ചർ, ആ ഒരു എനർജിയൊക്കെ സൂചിപ്പിക്കുന്നു. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ആദ്യം വന്നിരിക്കുന്ന 2 ഓഫ് വോൺസ് കാർഡ് നിങ്ങളിൽ ആരോ ഫ്യൂച്ചർ എങ്ങനെ പോകും എന്നൊരു സൈലൻ്റ് പ്ലാനിങ് മൂഡിലാണ്. ഒരു ഡിസ്റ്റൻ്റ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഫ്യൂച്ചർ സ്റ്റെപ്പ് ആലോചിക്കുന്നു. ഇതൊരിക്കലും ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു അവസ്ഥയല്ല സൂചിപ്പിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ദിശ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന ഉള്ള ഒരു കാം ഫേസ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ജസ്റ്റിസ് ആണ്. ഒരു കാർമിക് ബാലൻസിനെ സൂചിപ്പിക്കുന്നു, ഒരു സത്യം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഫെയർ ഡെസിഷൻ വരാൻ പോകുന്നു. ഒരു പക്ഷം മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരവസ്ഥ മാറി അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകുന്നു. നിങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ അവർ ശ്രമിക്കുന്നു. ജസ്റ്റിസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ഒരു അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബന്ധമാണ് എങ്കിൽ അതിന് നീതി ലഭിക്കാൻ പോകുന്നു. ഇനി അതല്ല, ഒരു ഹിഡൻ ഫീലിംഗുമായിട്ട് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ സത്യം നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നു. ഇനി ഏതെങ്കിലും ഒരാൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ കർമ്മ അവരെ തിരികെ കൊണ്ടുവരുന്നു.
നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്നു, ഒരു ഡീപ്പ് ലവിനെ സൂചിപ്പിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ജെനുവിൻ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആരോ നിങ്ങൾക്കായി ശരിക്കും കെയർ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അവരുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്. നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എല്ലാം തന്നെ സ്ട്രോങ് ആകുന്നു എന്ന് ക്യൂൻ ഓഫ് കപ്സ് പറയുന്നു. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗൈഡിങ് ഫോഴ്സായിട്ട് ഇടയിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് വാണ്ട്സ് ആണ്. ഒരു തർക്കം, അതല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു. അതായത് ഭാവിയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഈഗോ ക്ലാഷസ്, അതല്ലെങ്കിൽ ഒരു ഡിസ്കഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാം. ബട്ട് ദിസ് ഇസ് നോട്ട് ബ്രേക്കിംഗ് എനർജി. ഇതൊരു കറക്റ്റ് ചെയ്യണം എന്ന യൂണിവേഴ്സ് റിമൈൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലായിട്ട് കണക്കാക്കുക. വൃശ്ചിക മാസം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുന്നു, കാർമിക് ബാലൻസിങ്ങിനെ സൂചിപ്പിക്കുന്നു, വളരെ ആഴത്തിലുള്ളൊരു സ്നേഹത്തിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ചില ചെറിയ തർക്കങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു. ഈ മാസത്തെ ഒരു ഓവറാൾ ഔട്ട്കം നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഈ ഒരു കാർഡ് ദ മോസ്റ്റ് പവർഫുൾ സൈൻ ആണ്. നിങ്ങളുടെ ഡെസ്റ്റിനി ടേൺ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ലക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോകുന്നു. പെൻഡിങ് ആയി കിടന്നിരുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നു. ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുകൂലമായ സമയം ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡിലൂടെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ ഒരു ഫുൾഫിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ കാർഡുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പായാലും കരിയറായാലും എല്ലാം നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി, ക്ലിയർ മൈൻഡോടുകൂടി നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം തന്നെ തരുവാൻ ഈ പ്രപഞ്ചശക്തി ഒരുങ്ങുന്നു. കരിയറിൽ മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ സഡനായി തന്നെ മുന്നോട്ട് പോകുന്നു. ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കൊരു അവേക്കനിങ് കൊണ്ടുവരുന്നു. 2 കപ്സ് നിങ്ങൾക്ക് കരിയർ ഒരു പെർഫെക്റ്റ് കൊളാബറേഷൻ കൊണ്ടുവരുന്നു. കിങ് ഓഫ് കപ്സ് നിങ്ങൾക്ക് പ്രഷറുള്ള ഒരു മാസമാണെങ്കിലും നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കരിയർ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടുള്ള ഒരു ക്ലാരിറ്റി, സപ്പോർട്ട്, ഇമോഷണൽ സ്ട്രെങ്ത് ആണ് കാണിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ 2 ഓഫ് വാണ്ട്സ് നിങ്ങൾക്കൊരു ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലാനിങ് ഫേസിലാണെന്ന് കാണിക്കുന്നു. റിലേഷൻഷിപ്പിൽ ഒരു കർമ്മ ബാലൻസ് എനർജി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എടുത്തു പറയേണ്ടത് ഒരു ഫെമിനൈൻ എനർജിയുടെ സാന്നിധ്യമാണ്. നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫെമിനൈൻ എനർജി. ചെറിയ ചില തർക്കങ്ങളും ആർഗ്യുമെൻസും ഈഗോ ക്ലാഷസും എല്ലാം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് പറയാനാണെങ്കിൽ ട്രസ്റ്റ് ദ ടൈമിങ്ങിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫ് പാത്ത് എന്നത് ഒരു സൈലൻ്റ് ഫേസിൽ കൂടി റീഅലൈൻ ചെയ്യപ്പെടുകയാണ്. എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സത്യം പറയാൻ ശ്രദ്ധിക്കുക, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റും എല്ലാം തന്നെ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ഔട്ട്സ് ആകുന്ന ആ ഒരു സന്ദർഭങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ഒരു പെർഫെക്റ്റ് ബൗണ്ടറി സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ആ ഒരു പ്രപഞ്ചശക്തിയുടെ ആ ബ്ലെസ്സിങ്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ സ്ലോലി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡിങ് ഫേസ് ആണ്. പുതിയ തുടക്കം വരാൻ പോകുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സംതിങ് അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് തന്ന് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ വൃശ്ചിക മാസത്തിലുള്ള ആ ഒരു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ടാരറ്റ് റീഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പോസിറ്റീവ് എനർജീസ് എല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പ്രപഞ്ചശക്തിക്ക് മുൻപിൽ സറണ്ടർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വൃശ്ചിക മാസം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.